هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الحمد لله الذي أتم علينا نعمة الإسلام وأكمل لنا هذا الدين القيم وجعلنا به خير أمة أخرجت للناس نأمر بالمعروف وننهى عن المنكر ونؤمن بالله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تتخذوا بطانة من دونكم لا يألونكم خبالا ودوا ما عنتم قد بدت البغضاء من أفواههم وما تخفي صدورهم أكبر قد بينا لكم الآيات إن كنتم تعقلون الله سبحانه وتعالى നമ്മുടെ പാപങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി തരികയും ശിഷ്ടജീവിതം അള്ളാഹുവിന് തൃപ്തികരമായ ജീവിതം നയിക്കാൻ നമ്മെ എവിടെയും അള്ളാഹു താൻ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിന്ന് മരണപ്പെട്ട ഗുരുനാഥന്മാരടക്കമുള്ള മാതാപിതാക്കളടക്കമുള്ള ബന്ധുമിത്രാദികൾക്കും മുഴുവൻ സഹോദരങ്ങൾക്കും അള്ളാഹു താല മഗ്ഫിറത്തും റഹ്മത്തും ജന്നാത്തുൽ ഫിർദൗസും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് രോഗഗ്രസ്തരായി ആശുപത്രികളിലും വീടുകളിലും ഒക്കെ കഴിയുന്ന മുഴുവൻ സഹോദരി സഹോദരങ്ങൾക്കും അള്ളാഹു തആല പരിപൂർണ്ണ ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാത്തരം മാരകവും ഭീകരവുമായ രോഗങ്ങളെ തൊട്ട് പഠിച്ച് നമ്മെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇസ്ലാമിന് മുമ്പുള്ള അറേബ്യ അക്കാലത്ത് ലോകത്ത് അറിയപ്പെട്ടിരുന്ന വൻ സാമ്രാജ്യങ്ങളാൽ പൊതിഞ്ഞ് നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അറേബ്യയുടെ കിഴക്ക് ഭാഗത്ത് പേർഷ്യയും വടക്ക് ഭാഗത്ത് റോമും തെക്കേ ഭാഗത്ത് അബസീനിയുമായിരുന്നു ഉണ്ടായിരുന്നത്. ലോകത്തെ 3 ഘടാഘടിയന്മാരായ വലിയ ശക്തികൾ, ആ ശക്തികളൊക്കെയും അറേബ്യ കീഴടക്കുവാൻ അതിനെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ നിരന്തരമായി നടത്തിയിരുന്നെങ്കിലും അവയെല്ലാം തകർന്നടിഞ്ഞ് മുനയൊടിഞ്ഞ് പോവുകയായിരുന്നു ചെയ്തിരുന്നത്. ഒരു നിലയ്ക്കും അറേബ്യയെ കീഴ്പ്പെടുത്താൻ കഴിയാത്ത സാഹചര്യം, അറേബ്യയിൽ നിന്ന് ഒരാളുടെ സഹായമില്ലാതെ ഒരിക്കലും അറബികളെ കീഴ്പ്പെടുത്താനാവില്ല എന്ന തിരിച്ചറിവ് ഈ 3 വൻ ശക്തികൾക്കും ഉണ്ടായിരുന്നു. ഈ സന്ദർഭത്തിലാണ് അറേബ്യൻ ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധനായ, ചരിത്രത്തിലെ ഏറ്റവും വഞ്ചകനായ അബൂ റുഗാൽ എന്ന് പറയുന്ന മനുഷ്യൻ രംഗത്ത് വരുന്നത്. അബസീനിയിൽ നിന്നുള്ള അബ്രഹത്ത് പരിശുദ്ധ കഅബാലയം പൊളിക്കുന്നതിന് വേണ്ടി കടന്നു വരികയാണ്. കഅബാലയത്തിലേക്ക് കടന്നു വരുന്നതിന് അബസീനിയക്കാർക്ക് അവിടേക്കുള്ള വഴി അറിയുമായിരുന്നില്ല. അവർ കഅബാലയത്തിന്റെ വഴി കണ്ടെത്താൻ ഒരുപാട് ആളുകളെ സമീപിക്കുന്നുണ്ട്. എത്ര തന്നെ പണം വാഗ്ദാനം ചെയ്തിട്ടും ആരും അബ്രഹത്തിനെ സഹായിച്ചില്ല. ഒടുവിലാണ് അബൂ റുഗാൽ ഇദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി രംഗത്ത് വരുന്നത്. ഏതാനും ചില്ലിക്കാശിന് അറേബ്യ ഒറ്റുകൊടുത്ത ചരിത്രത്തിലെ ഏറ്റവും നീചനായ വ്യക്തിയായിട്ടാണ് ഈ അബൂ റുഗാൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അങ്ങനെ അബൂ റുഗാൽ എന്ന് പറയുന്ന മനുഷ്യൻ മുന്നിൽ നടന്ന് അബ്രഹത്തിന്റെ സൈന്യം നേരെ മക്കയിൽ കഅബയിൽ പ്രവേശിച്ചു എന്നുള്ളതാണ് ചരിത്രം.
അതുകൊണ്ട് തന്നെ അറേബ്യയുടെ ചരിത്രകൃതികളിലൊക്കെയും അങ്ങേയറ്റത്തെ പുച്ഛത്തോടെ, അങ്ങേയറ്റത്തെ നീരസത്തോടെ, അവജ്ഞയോടുകൂടി അറബികൾ ഉദ്ധരിക്കുന്ന ഒരു പേരാണ് അബൂ റുഹാൽ എന്ന് പറയുന്ന പേര്. അബൂ റുഹാലിന്റെ കാലം കഴിഞ്ഞു, അബ്രഹത്തിന്റെയും കാലം കഴിഞ്ഞു. അബൂ റുഹാൽ അബ്രഹത്തിന് വഴികാട്ടിക്കൊണ്ട് പരിശുദ്ധ ഹറമിലേക്ക് കടന്നു വരുന്ന വർഷത്തിലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറന്നു വീഴുന്നത്. പിന്നീട് ഇസ്ലാമിന്റെ കാലമായിരുന്നു. ഇസ്ലാമിന്റെ പ്രകാശം, ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ജസീറത്തുൽ അറബിലേക്ക് സമൃദ്ധമായി ഇരച്ചു കയറുന്ന കാലഘട്ടമായിരുന്നു. നേരത്തെ പറഞ്ഞ 3 സാമ്രാജ്യങ്ങളോടും പല സന്ദർഭങ്ങളിൽ ഇസ്ലാമിന് ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട്. പ്രവാചക കാലത്ത് ഇസ്ലാം പടർന്നു തുടങ്ങി. പിന്നീട് ഖിലാഫത്തിന്റെ കാലത്തും ഉമവി അബ്ബാസി കാലത്തും ഇസ്ലാം ലോകത്ത് അറിയപ്പെടുന്ന സാമ്രാജ്യങ്ങളിലൊക്കെ പടർന്നു കയറി. പക്ഷെ ഈ സാമ്രാജ്യങ്ങളിലെല്ലാം ഇസ്ലാം എത്തിയ കാലത്തും അബൂ റുഹാലുമാർ വീണ്ടും ജനിച്ചുകൊണ്ടേയിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. പിന്നീട് നാം അവിടെ കാണുന്നത് അബ്ബാസി ഖിലാഫത്തിന്റെ ഏറ്റവും അവസാനത്തിലാണ്. ഇബ്നുൽ അൽഖമി എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ അബൂ റുഹാലിന്റെ പിന്തുടർച്ചയുമായി ഇസ്ലാമിക സമൂഹത്തിന്റെ കാപട്യത്തിന്റെ പ്രതീകമായി ഇബ്നുൽ അൽഖമി കടന്നു വരികയാണ്. 593 മരണപ്പെട്ട ഇബ്നുൽ അൽഖമി. അദ്ദേഹം അബ്ബാസി ഖലീഫയായിരുന്ന മുഅ്തസിമിന്റെ മന്ത്രിയായിരുന്നു. മുഅ്തസിമിന് ഇബ്നുൽ അൽഖമിയെ വല്ലാത്ത വിശ്വാസമായിരുന്നു. കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. പക്ഷെ അദ്ദേഹം പിന്നീട് മുതലെടുക്കുകയാണ് ഖലീഫയെ. ഹോളോക്കോക്ക് വേണ്ടി അബ്ബാസി ഖിലാഫത്തിനെ, അബ്ബാസി രാഷ്ട്രത്തെ ഇബ്നുൽ അൽഖമി ഒറ്റുകൊടുത്തു. ഹോളോക്കയുമായി ഇദ്ദേഹത്തിന് രഹസ്യമായ ചില ഇടപാടുകളുണ്ടായിരുന്നു. ഹോളോക്കോക്ക് താർത്താരികളുടെ നേതാവായ, മംഗോളിയൻ നേതാവായ ഹോളോക്കോ കടന്നു വരുന്ന വേളയിൽ അദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങളെല്ലാം ഇബ്നുൽ അൽഖമി ഒരുക്കി കൊടുത്തു. ഏകദേശം 90,000-ഓളം സൈനികരെ മുഅ്തസിം ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു, ചെലവ് ചുരുക്കാനുള്ള പേര് പറഞ്ഞുകൊണ്ട്. എല്ലാവിധ സംഗതികളും പൂർത്തീകരിച്ചതിന് ശേഷം ഇബ്നുൽ അൽഖമി ഹോളോക്കയ്ക്ക് സന്ദേശം അയക്കുകയാണ്. ഞാൻ ചെയ്യേണ്ട പണിയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനി താങ്കൾക്ക് ധൈര്യസമേതം താങ്കൾക്ക് കടന്നു വരാം. അങ്ങനെ ഹോളോക്കോ ഭീകരമായ സൈന്യവുമായി നേരെ മുഅ്തസിമിന്റെ അടുത്ത് ചെന്നു. മുഅ്തസിമിനോട് പറഞ്ഞു, ഇത് വൻ സൈന്യമാണ്, നമുക്കിവരെ നേരിടാൻ കഴിയില്ല. അതുകൊണ്ട് താങ്കൾ നല്ല വിലപിടിപ്പുള്ള സമ്മാനവുമായി അതിർത്തിയിൽ ചെന്നുകൊണ്ട് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടുന്നത്. മുഅ്തസിം 700-ഓളം വരുന്ന അംഗരക്ഷകരെയും കൂട്ടി വിലപിടിപ്പുള്ള സമ്മാനവുമായി മുഅ്തസിം ഹോളോക്കയെ കാണുന്നതിന് വേണ്ടി അതിർത്തിയിലേക്ക് പുറപ്പെടുകയാണ്. ഹോളോക്ക അവരെ സ്വീകരിച്ചിരുത്തി. സമ്മാനങ്ങൾ വാങ്ങിയതിനു ശേഷം ഖലീഫയുടെ മുന്നിൽ വെച്ച് അദ്ദേഹം കൂടെ കൊണ്ടുവന്ന 700 അംഗരക്ഷകരെ ഹോളോക്കോ തലയിറത്ത് കൊന്നു എന്ന് മാത്രമല്ല, അവസാനം മുഅ്തസിമിനെയും തലയിറത്ത് കൊന്നു. നിലത്ത് വീട് കിടക്കുന്ന അംഗരക്ഷകരുടെ തലയോട്ടികൾക്കിടയിലൂടെ ഹോളോക്ക നടന്നുപോയി എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഖലീഫ അതിദാരുണമായി കൊല ചെയ്യപ്പെടുന്ന വേളയിൽ ഖലീഫയുടെ 700-ഓളം അംഗരക്ഷകരുടെ തലയിറത്ത് നിർദാക്ഷിണ്യം കൊന്നെടുക്കുന്ന വേളയിൽ നിസ്സംഗനായി, നിശ്ചേഷ്ടനായി ഇബ്നുൽ അൽഖമി നോക്കി നിന്നു എന്ന് ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. അബൂ റുഹാലും ഇബ്നുൽ അൽഖമയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരേ മാലയിൽ കോർത്ത 2 മുത്തുകളാണ്. ചരിത്രത്തിന്റെ 2 ഘട്ടങ്ങളിൽ സംഭവിച്ച, ഇസ്ലാമിക സമൂഹത്തിന് സംഭവിച്ച 2 ദാരുണമായ 2 വഞ്ചനകളെയാണ് അബൂ റുഹാലും ഇബ്നുൽ അൽഖമയും പ്രതിനിധീകരിക്കുന്നതെങ്കിൽ, അബ്രഹത്തിന് കഅബാലയം തകർക്കാൻ വേണ്ടിയാണ് അബൂ റുഹാൽ ശ്രമിച്ചതെങ്കിൽ, ബൈത്തുൽ മഖ്ദിസ് തകർക്കാൻ തങ്ങളുടെ മൗനം കൊണ്ട്, തങ്ങളുടെ നിർദാക്ഷിണ്യമായിട്ടുള്ള അവരുടെ മൗനം കൊണ്ട്, സമ്മതം കൊണ്ട് പിന്തുണ നൽകുന്ന അബൂ റുഹാലുമാരുടെ കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തമായി പെട്രോളിയം ഉൽപ്പന്നങ്ങളുള്ള, നയതന്ത്ര ബന്ധങ്ങൾ സജീവമായി നടക്കുന്ന രാജ്യങ്ങൾ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുനാഫിഖുൽ ഒരു ആയത്തോതുമ്പോൾ
നിശ്ചേഷ്ടരായി നിൽക്കുന്ന തമ്പുരാക്കന്മാരുടെ ഓർമ്മയാണ് പ്രിയപ്പെട്ടവരെ ജീവിക്കുന്ന കാലത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുനാഫിഖുള്ള ആയത്തെടുത്ത് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരിക. وَإِذَا رَأَيْتَهُمْ تُعْجِبُكَ أَجْسَامُهُمْ وَإِنْ يَقُولُوا تَسْمَعْ لِقَوْلِهِمْ كَأَنَّهُمْ خُشُبٌ مُّسَنَّدَةٌ يَحْسَبُونَ كُلَّ صَيْحَةٍ عَلَيْهِمْ هُمُ الْعَدُوُّ فَاحْذَرْهُمْ قَاتَلَهُمُ اللَّهُ أَنَّىٰ يُؤْفَكُونَ. പക്ഷേ അവർ ചാരിവെച്ച തടിക്കഷ്ണങ്ങൾ പോലെയാണ് എന്ന് ഖുർആൻ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത്തരം ആളുകളെ കുറിച്ചാണ്. പരിശുദ്ധ മസ്ജിദുൽ അഖ്സയിലേക്ക് കടന്നു കയറാൻ ബെഞ്ചമിൻ നെതന്യാഹുവിന് വഴിമരുന്നിട്ട് കൊടുക്കുന്ന തമ്പുരാക്കന്മാർ താൽക്കാലികമായിട്ടൊന്ന് നയതന്ത്ര ബന്ധം വിച്ഛേദിക്കാൻ പോലും ഒന്ന് നിർത്തലാക്കാൻ പോലും കഴിയാത്ത ജഡത്വം ബാധിച്ച ഭരണാധികാരികളുള്ള കാലത്താണ് ദൗർഭാഗ്യകരമായി നമ്മൾ മുസ്ലിം ഉമ്മത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സ്വന്തം സഹോദരങ്ങളാൽ ചതിക്കപ്പെട്ട് പൊട്ടക്കിണറിന്റെ ആഴങ്ങളിലേക്ക് പോയ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിലൂടെ. ഒരു കൂട്ടം അദ്ദേഹത്തെ കൈപിടിച്ചുയർത്തുന്ന രംഗം വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂസുഫിൽ പറയുന്നുണ്ട്. വജാഅത് സയ്യാറത്തുൻ ഫഅർസലൂ വാരിദഹും ഫഅദ്ലാ ദൽവ ഖാല യാ ബുശ്റാ ഹാദാ ഗുലാം വഅസറൂഹു ബിളാഅ വല്ലാഹു അലീമുൻ ബിമാ യഅമലൂൻ. അങ്ങനെ ആ കച്ചവട സംഘം, വിദൂരത്ത് നിന്ന് വന്ന ആ കച്ചവട സംഘം സ്വന്തം സഹോദരങ്ങളാൽ പറ്റിക്കപ്പെട്ട്, സ്വന്തം സഹോദരങ്ങളുടെ വിദ്വേഷത്താൽ അസൂയയാൽ പറ്റിക്കപ്പെട്ട് കിണറിന്റെ ആഴങ്ങളിലേക്ക് പതിച്ച യൂസുഫിനെ കരകയറ്റിയത് വജാഅത് സയ്യാറത്തുൻ, ഒരു യാത്രാസംഘമായിരുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. 7 പതിറ്റാണ്ടായി തുടരുന്ന ഉപരോധത്തിൽ വലയുന്ന ഫലസ്തീനുകൾക്ക് സ്വന്തം സഹോദരങ്ങളാൽ ഞങ്ങൾ അവരുടെ ചങ്കാണ് എന്ന് പലവട്ടം മിമ്പറുകളിലൂടെ ഉദ്ഘോഷിക്കുമ്പോഴും ഭരണാധികാരികൾ അവരുടെ സിംഹാസനങ്ങളിൽ നിന്ന് ഉദ്ഘോഷിക്കുമ്പോഴും 7 പതിറ്റാണ്ടുകളായി തുടരുന്ന ഉപരോധത്തിൽ വലയുന്ന ഫലസ്തീനുകൾക്ക്, സ്വന്തം സഹോദരങ്ങളാൽ ചവിട്ടിമതിക്കപ്പെടുന്ന ഫലസ്തീനുകൾക്ക് നേരെ മനുഷ്യത്വത്തിന്റെ കൈകൾ ഒഴുകി വരുന്ന കാഴ്ച സമുദ്രങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചയാണ് മട്ലിൻ ഫ്ലോട്ടിലയിലൂടെ, സുമൂദ് ഫ്ലോട്ടിലയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അരികെ കിടക്കുന്ന, ചാരത്ത് കിടക്കുന്ന സഹോദരങ്ങൾ അവർ അപൂർവകാലുമാരായപ്പോൾ അകലെ നിന്നും ചില മനുഷ്യത്വമുള്ള ആളുകൾ അവതരിക്കുന്നതിന്റെ നേർചിത്രമാണ് ഇന്നലെയൊക്കെ ന്യൂസുകൾ മുഴുവൻ അത് ലൈവായി വിട്ടുകൊണ്ടിരുന്നത്. വിശുദ്ധമായ ഖുർആൻ അകലങ്ങളിൽ നിന്ന് പിറവിയെടുക്കുന്ന ഇത്തരം ആളുകളെ വിശുദ്ധ ഖുർആൻ സവിശേഷമായി പരാമർശിക്കുന്നത് ഖുർആനിലെ 2 സൂക്തങ്ങളിൽ, 2 സൂറത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. അരികത്ത് കിടക്കുന്ന മനുഷ്യർ, പരിഗണിക്കാതിരിക്കുന്ന ആളുകളെ, അകലെ കിടക്കുന്ന മനുഷ്യർ വരുന്നതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ, പ്രവാചകന്മാർക്ക് സഹായഹസ്തം നീട്ടിക്കൊടുത്ത ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നത് നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്ത് യാസീനിലാണ്. വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ. വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ. അങ്ങനെ ആ നഗരത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ഒരു മനുഷ്യൻ ഓടി വരുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നത് ദൂതന്മാരെ പിന്തുണയ്ക്കുന്നതിനു വേണ്ടി, പ്രവാചകന്മാരെ പിന്തുണയ്ക്കുന്നതിനു വേണ്ടി ഓടി വരുന്ന മനുഷ്യനെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പരാമർശിച്ചത്. മറ്റൊരു സന്ദർഭത്തിൽ മഹാനായ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രതിസന്ധിയിൽ അകപ്പെട്ട് കിടക്കുന്ന സന്ദർഭത്തിൽ ആ സമയത്തും നഗരത്തിന്റെ, പട്ടണത്തിന്റെ അരികത്ത് നിന്ന് ഒരു മനുഷ്യൻ ഒരു മൂലയിൽ നിന്ന് ഓടി വരുന്നതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തുൽ ഖസസിൽ ആ ആയത്ത് നമുക്ക് കാണാൻ കഴിയും. മനുഷ്യത്വമുള്ളവർ എന്താണ് വിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞത്. വജാഅ റജുലുൻ മിൻ അഖ്സൽ മദീനത്തി യസ്ആ ഖാല യാ മൂസാ ഇന്നൽ മലഅ യഅ്തമിറൂന ബിക് ലിയഖ്തുലൂക ഫഖ്റുജ് ഇന്നി ലക മിനൻ നാസിഹീൻ. പട്ടണത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ഒരു മനുഷ്യൻ ഓടി വരികയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് അദ്ദേഹം പറയുന്നത് തികഞ്ഞ ഗുണകാംക്ഷയോടുകൂടിയുള്ള സഹായാർപ്പണത്തിന്റെ, മനുഷ്യത്വത്തിന്റെ മനസ്സോടുകൂടിയാണ്, തികഞ്ഞ നിസ്വാർത്ഥമായ മനസ്സോടുകൂടി മൂസാ നബിയോട് അദ്ദേഹം കാര്യം പറയുന്നു. മൂസ, ഇന്നൽ മലഅ യഅ്തമിറൂന ബിക്, താങ്കളെ കൊല്ലാനായി പ്രധാനികൾ താങ്കളെ പറ്റി ഗൂഢാലോചന നടത്തുന്നുണ്ട്. ലിയഖ്തുലൂ, താങ്കളെ കൊല്ലാൻ വേണ്ടി. ഫഖ്റുജ് ഇന്നി ലക മിനൻ നാസിഹീൻ, തീർച്ചയായും ഞാൻ താങ്കൾക്ക് ഗുണകാംക്ഷ ചെയ്യുന്നവരിൽപ്പെട്ടവനാണ്. അങ്ങനെ ഒരു കൂട്ടം മനുഷ്യത്വമുള്ള ആളുകൾ ഗസയുടെ തീരത്തേക്ക് ഒഴുകി വരുന്നത്
എന്തുകൊണ്ട് ഗസ ഇങ്ങനെ ആവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ മറ്റെന്ത് ആവർത്തിക്കാനാണ് ഈ കെട്ട ലോകത്ത് എന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസികളുടെ ഇതിനോടുള്ള സമീപനം എന്ത് എന്ന് മാറ്റുരയ്ക്കുന്ന ഇടങ്ങളിൽ നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ ചിന്തയാണ് ഗസയെക്കുറിച്ചുള്ള ആലോചന. പുതിയ കാലത്തെ മുസ്ലിമീങ്ങളുടെ ഇസ്ലാമീകരണത്തിന്റെ നിബന്ധനകളിലൊന്ന് നമ്മൾ ഗസയോടൊപ്പം ആത്മാർത്ഥമായി നിലനിൽക്കുന്നുണ്ടോ എന്ന ചോദ്യം കൂടി യഥാർത്ഥത്തിൽ നമ്മുടെ ദീനിയായ ജീവിതത്തിന്റെ മാനദണ്ഡമാണ് എന്ന് നമ്മൾ അളന്നറിയേണ്ടതുണ്ട്, എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അബൂറുദാലുമാരുടെ കാലത്ത്, ഇബ്നു അൽഖമിമാരുടെ കാലത്ത് സുമൂദ് ഫ്ലോട്ടിലകൾ ആഘോഷിക്കപ്പെടേണ്ടതാണ് എന്ന യാഥാർത്ഥ്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സ്വന്തം സഹോദരങ്ങളാൽ ചതിക്കപ്പെടുന്ന ജനവിഭാഗത്തിന് അവർക്ക് നേരെയുള്ള എല്ലാ സഹായങ്ങളും പരിമിതമാണെങ്കിൽ കൂടിയും അത് ആഘോഷിക്കപ്പെടുക എന്നുള്ളത് നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ഭാഗമാണ്. ഈ ഫ്ലോട്ടിലകളിൽ 46 രാജ്യങ്ങളിൽ നിന്നുള്ള 467 ആളുകളാണ് ആ കപ്പലിലുള്ളത്. ഈ ഫ്ലോട്ടിലയുടെ ദൗത്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ ദൗത്യം എന്ന് പറയുന്നത് കേവലമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കയറ്റി ഗസയിലേക്ക് ഹെലികോപ്റ്ററുകളിലും വിമാനങ്ങളിലും കൊണ്ടുവന്ന് എറിഞ്ഞു കൊടുക്കുന്ന കേവലമായ ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രം വിതരണം ചെയ്യുന്ന ഒരു പ്രക്രിയ അല്ല യഥാർത്ഥത്തിൽ ഫ്ലോട്ടിലകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ ദൗത്യം എന്ന് പറയുന്നത്, അവരുടെ കൂട്ടത്തിൽ വിദഗ്ധരായിട്ടുള്ള ആളുകളുണ്ട്. ഈ കപ്പൽ കയറി വരുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ ഇസ്രായേലിന്റെ ഏത് സമയത്തെയും ബോംബാക്രമണത്തെ ഭീഷണിയോടുകൂടി കരുതിക്കൂടി നിൽക്കുന്ന ഈ മനുഷ്യരുടെ കൂട്ടത്തിൽ നിയമവിദഗ്ധരുണ്ട്, ഡോക്ടർമാരുണ്ട്, ഒരുപക്ഷെ പല രാജ്യങ്ങളുടെയും എംപിമാർ പോലും ആ കപ്പലിലുണ്ട്. എന്ന് പറഞ്ഞാൽ ലോക മനസാക്ഷിയുടെ ഒരു പരിച്ഛേദമാണ് ഈ കപ്പൽ സംഘങ്ങളിൽ ഉണ്ടത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വരുന്ന വഴിയിൽ നിരവധി പ്രതിസന്ധികൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് ഭീഷണികൾ, തിട്ടൂരങ്ങളെ അതിജയിച്ചുകൊണ്ടാണ് ആ കപ്പൽ ഗസയുടെ തീരത്തേക്ക് അണയുന്നത്. അതിന്റെ ഏറ്റവും അവസാനം ഇന്ന് പുലർച്ചയോടുകൂടി അതിർത്തിയിലേക്ക് ഇസ്രയേലിന്റെ ഉപരോധ സ്ഥലങ്ങളിലേക്ക് അവർ പ്രവേശിച്ച സന്ദർഭത്തിൽ IDF അവരോട് പിന്മാറാൻ വേണ്ടി ഭീഷണി മുഴക്കുകയും അവരോട് കയർക്കുകയും ചെയ്യുന്നത് നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടു. എന്ന് മാത്രമല്ല, ആ ഭീഷണികൾക്കും തിട്ടൂരക്കും വഴക്കാതെ ലോക മനസാക്ഷിയുടെ പരിച്ഛേദമായ ആ മനുഷ്യർ IDF കപ്പലുകൾ പിടിച്ചെടുക്കുന്നു. വീണ്ടും സുമൂദ് ഫ്ലോട്ടിലെ മുന്നോട്ട് കുതിക്കുന്നതാണ് നമ്മൾ കണ്ടത്. 30 ബോട്ടുകൾ കൂടി വീണ്ടും പുറപ്പെട്ട സ്ഥലത്ത് തന്നെ യാത്ര തിരിച്ചിരിക്കുന്ന അത്ഭുതകരമായ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യത്വം എന്ന മൂല്യത്തിന്റെ മഹിതമായ ഉദാഹരണങ്ങൾ, മഹിതമായ ആവിഷ്കാരങ്ങൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഈ ഫ്ലോട്ടിലകൾ നിർവഹിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ദൗത്യം എന്ന് പറയുന്നത് ഫലസ്തീനികൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ മർമ്മപ്രധാനമായ ഒരു പ്രതിസന്ധിയെ മുൻനിർത്തിയിട്ടാണ് അവർ ആ കപ്പലിൽ കൊണ്ടുവരുന്നത്. ഗസയിലെ ആളുകൾക്കുള്ള ഭക്ഷണം മുഴുവൻ കുത്തി നിറച്ചിട്ടല്ല ആ കപ്പലുകളുള്ളത്. ഗസ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ത് എന്ന് ചോദിച്ചാൽ അവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഉപരോധമാണ്. 4 ഭാഗത്തു നിന്നും പരിപൂർണമായി ഉപരോധിക്കപ്പെട്ട ഒരു ജനത, കരമാർഗം ഉപരോധിക്കപ്പെട്ട ഒരു ജനത, കടൽ മാർഗം ഉപരോധിക്കപ്പെട്ട ഒരു ജനത, വ്യോമമാർഗം ഉപരോധിക്കപ്പെട്ട ഒരു ജനത, 4 പാടും ഒരു സമൂഹത്തെ സകലമാന സഹായ സഹകരണങ്ങൾ ലഭ്യമാവുന്നതിൽ നിന്ന് ഉപരോധിക്കപ്പെട്ട ഒരു സമൂഹം അവർ ഞെരുങ്ങിക്കൂടിക്കൊണ്ടിരിക്കുമ്പോൾ കേവലമായ ചില ഭക്ഷണ കിറ്റുകൾ എറിഞ്ഞുകൊണ്ട് അവരുടെ ആ പ്രശ്നം പരിഹരിക്കുക എന്ന മൗലികമായ ദൗത്യം മാത്രമല്ല, മറിച്ച് ഉപരോധമാണ് മർമ്മപ്രധാനമായ പ്രശ്നം. ആ മർമ്മപ്രധാനമായ പ്രശ്നത്തെ ഇറ്റലിയിൽ നിന്ന് വരുന്ന, തുർക്കിയിൽ നിന്ന് വരുന്ന, ഫ്രാൻസിൽ നിന്ന് വരുന്ന ഫ്ലോട്ടിലകൾ അത് അഭിമുഖീകരിക്കുന്നു എന്നതാണ് ഫലസ്തീനിന്റെ പ്രതിസന്ധികളിൽ വിശ്വാസ സമൂഹം ആദ്യമായി മനസ്സിലാക്കേണ്ട ഏറ്റവും സുപ്രധാനമായ പ്രസക്തി എന്ന് പറയുന്നത്. അവർ സംസാരിക്കുന്നത് ഈ ഉപരോധത്തിനെതിരെയാണ്. അവർ സംസാരിക്കുന്നത് ഇസ്രയേൽ എന്ന അനീതിക്കെതിരെയാണ്. അവർ സംസാരിക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന നവഫിർഔനെതിരെയാണ് എന്ന് പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും ആദർശ പ്രതിയോഗികളോട് എന്ത് സമീപനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടുന്നത് എന്ന വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ പാശ്ചാത്യർക്ക് അവർ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിന്റെ പ്രതിയോഗികളോട്, വംശഹത്യ നടത്തുന്ന ആളുകളോട്, കൊലയാളിക്കൂട്ടങ്ങളോട് എന്ത് സമീപനം പുലർത്തണം എന്ന വിഷയത്തിൽ മുസ്ലിം സമാജത്തിൽപ്പെട്ട നമുക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ ബോധോദയം ഉണ്ടായിട്ടുണ്ടോ എന്നത് ഈ കുരുതിയുടെ കാലത്ത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഫലസ്തീന്റെ പ്രശ്നം, അഖ്സയുടെ പ്രശ്നം, ഗസയുടെ പ്രശ്നം, ഇതൊക്കെ ബന്ധപ്പെട്ട ഒരു സാഹചര്യത്തിൽ അവിടെ കൊലപാതകങ്ങളും വിദ്വേഷങ്ങളും
ലോക ചരിത്രം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ക്രൂരതകൾ ചെയ്യുന്ന ആളുകളോട് നിങ്ങളുടെ സമീപനം എന്താണ്? പ്രിയപ്പെട്ടവരെ, ഒറ്റയ്ക്ക് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. അവരോട് എൻ്റെ സമീപനം എന്താണ്? ചരിത്രത്തിലെ ഒരു ഘട്ടത്തിലും ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു ഏകാധിപതികളുടെ കാലഘട്ടത്തിലും പേരെടുത്ത് വിശുദ്ധ ഖുർആൻ പരാമർശിച്ച 25ഓളം പ്രവാചകന്മാരുടെ സമൂഹത്തിന്റെ അവരുടെ പ്രതിയോഗികളുടെ ഒരു ചെയ്തികളിലും ലോകത്തെ ഏറ്റവും വലിയ യുദ്ധങ്ങളെടുത്ത് പരിശോധിച്ചാൽ അതിൽ പോലും 25,000-ഓളം കുഞ്ഞുങ്ങൾ അറുകൊല ചെയ്യപ്പെട്ട ഒരു ചരിത്ര സംഭവം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉണ്ടായിട്ടില്ല എന്നത് കണക്കുകൾ നമ്മുടെ മുമ്പിൽ വിവരിച്ചു തരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഇപ്പോഴും നിലകൊള്ളുന്നത് ലോകത്തെ ഏറ്റവും വലിയ ദുരന്തത്തിൽ നിശ്ചേഷ്ടരായി നിസ്സംഗരായി നമ്മൾ നിന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ലോകം ഇന്നേ വരെ ദർശിച്ചിട്ടില്ലാത്ത ഒരു ക്രൂരകൃത്യത്തിന് നമ്മൾ ലൈവായി സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിനേക്കാൾ നിസ്സഹായാവസ്ഥരായി ആരുണ്ട് എന്നത് പ്രിയപ്പെട്ടവരെ നാം ആലോചിക്കണം. അപ്പോൾ നമ്മൾ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടുന്നത്, എന്ത് നിലപാടാണ് നമ്മൾ കൈക്കൊള്ളേണ്ടുന്നത് വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്. കാരണം ഒരു പ്രവാചകന്റെ കാലത്തും ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായിട്ടില്ല. ഒരു ചരിത്രത്തിലും നമ്മൾ ഇങ്ങനെ ഒരു ചരിത്രം വായിച്ച സന്ദർഭമില്ല. ചരിത്രം അങ്ങനത്തെ ക്രൂരകൃത്യം വരച്ചു കാട്ടിക്കിട്ടില്ല. മനുഷ്യർ പട്ടിണി കിടന്ന് ഭക്ഷണം നിഷേധിക്കപ്പെട്ട് 100 കണക്കിന് പിഞ്ചുങ്ങൾ അവർ മരിച്ചു വീണ ചരിത്രം പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും ഏതോ കാലത്ത് പടർന്നു പിടിച്ച ക്ഷാമത്തിന്റെ കഥയല്ല പറയുന്നത്. ഭക്ഷണം വേറെ ഒരാൾ തടഞ്ഞു വെച്ച് ഒരു മനുഷ്യന് ഭക്ഷണം നിഷേധിച്ച് കൺമുമ്പിൽ ഭക്ഷണമില്ലാതെ കുഴഞ്ഞു വീഴുന്ന മരിച്ചു പോകുന്ന ആളുകളുടെ എണ്ണം ഇത്രമേൽ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഗസയുടേതുപോലെ. അപ്പോൾ നമ്മുടെ സമീപനം എന്താണ്? ഞാൻ നമസ്കരിക്കുന്നുണ്ടല്ലോ, ഞാൻ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ ദിക്റുകൾ ചൊല്ലുന്നുണ്ടല്ലോ, ഞാൻ നല്ല പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് മാത്രം മതിയോ? നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമ്മളൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. 10-25,000 കുഞ്ഞുങ്ങൾ, 6 വയസ്സിന് താഴെയുള്ള ആളുകൾ കുഞ്ഞുങ്ങളെ ക്രൂരമായ അറുംകൊലയ്ക്ക് വിധേയമാകുമ്പോൾ നീ എന്ത് ചെയ്തു എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തത്തോട് ചോദിക്കേണ്ടതുണ്ട്. ചില നിസ്സഹായരായ മനുഷ്യർ പറയും, നമ്മൾ കേരളത്തിൽ നിന്ന്, നമ്മൾ ഈരാറ്റുപേട്ടയിൽ നിന്ന്, നമ്മൾ നടക്കയിൽ നിന്ന് നമ്മളിങ്ങനെ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യാനാണ്? അവർക്കെതിരെ നമ്മൾക്ക് ഒരു കൈവിരൽ ഉയർത്താൻ പോലും നമുക്ക് സാധ്യമല്ലല്ലോ എന്ന ആളുകൾ പരിതപിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് നിങ്ങൾക്ക് ചെയ്യണം എന്നതാണ് ഖുർആനിന്റെ നിർദ്ദേശം. ചെയ്യാൻ സാധിക്കുന്നത് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്നതൊരു ചോദ്യമാണ്. വിശുദ്ധ ഖുർആൻ നമുക്ക് ചെയ്യാൻ പറ്റാത്തതൊന്നും ചെയ്യണമെന്ന് ഖുർആൻ നമ്മളോട് പറയുന്നില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹ. ഒരാളുടെ കഴിവിൽ പരിമിതമായതുകൊണ്ട് അയാൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യണം എന്നതാണ് ഖുർആനിന്റെ നിർദ്ദേശം. എൻ്റെ മുമ്പിൽ അധ്യാപകരുണ്ട് എങ്കിൽ, ഈ സദസ്സിൽ പണ്ഡിതന്മാരുണ്ട് എങ്കിൽ, നിങ്ങളുടെ കുട്ടികൾ മതവിജ്ഞാനത്തിന്റെ അടിസ്ഥാനം പഠിക്കുന്നതോടൊപ്പം തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തോടുള്ള സമീപനം ഉണ്ടായിരിക്കണമെന്ന് നിങ്ങളുടെ കുട്ടികൾക്ക്, നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കൽ നിങ്ങളുടെ ഫർള് ഐനാണ്, നിർബന്ധമായും നിങ്ങൾ നിർവഹിക്കേണ്ടുന്ന ബാധ്യതയാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം പുതിയ കാലത്ത് നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഫലസ്തീനിനോട് എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് വിശ്വാസി സമൂഹത്തെ പഠിപ്പിക്കൽ മതപണ്ഡിതരുടെ ബാധ്യതയായ ഒരു കാലത്താണ് നമ്മളുള്ളത്. ഇസ്രായേൽ പടച്ചുവിടുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങരുത് എന്ന് പഠിപ്പിക്കാൻ നമ്മുടെ മദ്രസയിലെ ഉസ്താദുമാർ കുട്ടികളോട്, സ്കൂളിലെ അധ്യാപകർ അവരുടെ വിദ്യാർത്ഥികളോട്, കോളേജിലെ അധ്യാപകന്മാർ, പ്രൊഫസർമാർ അവരുടെ കുട്ടികളോട് കൃത്യമായും ഓർമ്മപ്പെടുത്തുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ട ഒരു കാലത്താണ് നമ്മളുള്ളത്. ഇത് കേവലമായ ഒരു മതപരമായ ഒരു വിഷയം മാത്രമല്ല, മനുഷ്യത്വമുള്ള എല്ലാവരും ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദൗത്യമാണത്. ആ ദൗത്യത്തിന്റെ പ്രസരണമാണ്, ആ ദൗത്യത്തിന്റെ ഒഴുക്കാണ് ഗസയുടെ തീരത്തേക്ക് പാശ്ചാത്യ ലോകത്ത് നിന്ന് അവരിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യത്വത്തിന്റെ പേരിൽ തങ്ങളുടെ ജീവൻ ഭയപ്പെടുത്തി, ജീവൻ നഷ്ടപ്പെടുത്തി സമുദ്രത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പൽ യാത്രികരുടെ കാലത്ത് വിശ്വാസികളായ ഞാനും നിങ്ങളും എന്ത് ചെയ്തു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാനൊരു മുസ്ലിമാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഈ പുതിയ കാലത്ത് പറയേണ്ടതുണ്ട് എങ്കിൽ നമ്മൾ ഇസ്രായേലിന്റെ ഒരു ഉൽപ്പന്നവും വാങ്ങുന്നില്ല എന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. ഇസ്രായേലിനോട് എന്ത് സമീപനം സ്വീകരിക്കുന്നുവെന്ന് ഉറച്ച ബോധ്യത്തോടു കൂടി പറയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഒരു വിശ്വാസിയായ മനുഷ്യൻ സ്വന്തം വിശ്വാസിയായ സഹോദരന് സ്വന്തം ശരീരം പോലെയാണ്.
സാധു സഹായ ഫണ്ടുമായി ബന്ധപ്പെട്ട് മുഴുവൻ സഹോദരങ്ങളും ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് സഹോദരങ്ങളുടെ അവരുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയാണ് ഇതിലൂടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൻ്റെ മാർഗ്ഗത്തിൽ ഏറ്റവും കനമുള്ളത് ചെലവഴിക്കാൻ പടച്ചവൻ നമ്മെവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു വിശ്വാസിയായ മനുഷ്യൻ സ്വന്തം വിശ്വാസിയായ സഹോദരന് സ്വന്തം ശരീരം പോലെയാണ്. ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിന് മുറിവ് പറ്റിയാൽ മറ്റവയവങ്ങൾ അത് വേറെ അവയവത്തിന് പറ്റിയതില്ലേ എന്ന് ആശ്വസിച്ച് മാറി നിൽക്കാറില്ല. അതിൽ അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. അതിന്റെ പേരിൽ മറ്റു ശരീരത്തിന്റെ അവയവങ്ങൾ ഉറക്കമൊഴിയും. ചിലപ്പോൾ പ്രതിരോധത്തിന് വേണ്ടി പനിച്ചാൽ ആ അവയവത്തിന് മാത്രമല്ല പനി ബാധിക്കുന്നത്, ശരീരത്തിന് മുഴുവൻ പനി ബാധിക്കുമെന്ന് പഠിപ്പിച്ചത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഉമ്മത്തിന്റെ കെട്ടുറപ്പ് അത്രമേൽ ഭദ്രമായിരിക്കണമെന്ന് അത്രമേൽ ആഗ്രഹിച്ച പ്രവാചകന്റെ വചനമാണത്. വിശുദ്ധ ഖുർആൻ പറയുന്നത്, നിങ്ങളുടെ പ്രതിയോഗികളുടെ നിലപാട് നിങ്ങളോട് എന്താണെന്ന് അറിയുമോ? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദൂ ബിതാനതൻ മിൻ ദൂനികും ലാ യഅലൂനകും ഖബാലൻ വദ്ദൂ മാ അനിത്തും ഖദ് ബദതിൽ ബഗ്ളാഉ മിൻ അഫ്വാഹിഹിം. വിശുദ്ധ ഖുർആൻ പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരൈശ്വര്യം പോലും ഉണ്ടാവുന്നത് അവർക്ക് സഹിക്കാൻ കഴിയില്ല. അവരുടെ വായകളിൽ നിന്ന് വെളിവായിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴുള്ള അവരുടെ നിലപാടുകളുണ്ടല്ലോ, അതിനേക്കാൾ ഭീകരമാണ് ഈ സയനിസ്റ്റുകൾ അവരുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട സഹോദരനെ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് ബുദ്ധിയും വിവേകമുണ്ടെങ്കിൽ ചിന്തിച്ചു നോക്കാൻ പറ്റുന്ന കൃത്യമായ ലോക ഭൂപടം, ഏത് രാജ്യത്തിന്റെ കൂടെ നമ്മൾ നിലയുറപ്പിക്കണം എന്ന ഭൂപടം, ആയാത്തുകൾ നിങ്ങൾക്കത് ദൃശ്യമാണ്. നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടാണ് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത്. നിങ്ങൾ നീതിയുടെ കൂടെയാണോ? ഏത് രാജ്യത്തിന്റെ കൂടെ നിൽക്കണം? നിങ്ങൾ അനീതിയുടെ കൂടെയാണോ? ഏത് രാജ്യത്തിന്റെ കൂടെയായിരിക്കുമെന്ന അല്പം കോമൺ സെൻസ് ഉള്ള മനുഷ്യർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ സൂര്യൻ ഉദിക്കുന്നു, വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നു. ഞാനും എൻ്റെ വീടും എൻ്റെ കുടുംബവും എൻ്റെ മക്കളും, ഈ അർത്ഥത്തിൽ മാത്രമാണ് നമ്മൾ ജീവിച്ചു പോകുന്നതെങ്കിൽ പ്രിയപ്പെട്ട മുസ്ലിമേ, നമുക്ക് വെറുതെ അങ്ങനെ കയ്യും കെട്ടി വെറുതെ നിൽക്കാൻ നമുക്ക് സാധ്യമല്ലാത്ത ഒരു കാലത്താണ് നമ്മളുള്ളത്. എന്തിനാണ് പടച്ചറപ്പേ എന്നെ കുഴിച്ചു മൂടിയത്? ഞാൻ ജനിച്ചു വേണ്ടിട്ടല്ലേ ഉള്ളൂ എന്ന് കുഞ്ഞ് ചോദിക്കുന്നതിനെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ജനിച്ചു കിടക്കുന്ന ഒരു കുഞ്ഞ് മറ്റേ കുഞ്ഞിന്റെ കാലിങ്ങനെ വായിലേക്ക് ഇട്ടുകൊണ്ട് വിശപ്പടക്കുന്ന ഒരു ചിത്രം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരൊറ്റ ദൃശ്യം മാത്രം മതി എന്ന് പറഞ്ഞാൽ ഫലസ്തീനിലെ സ്ത്രീകൾ മുലയൂട്ടാറില്ല എന്നാണ്. മുലയൂട്ടാനുള്ള ശേഷിയില്ലാത്ത സ്ത്രീകൾ, അവരുടെ കുഞ്ഞുങ്ങൾ, അവർ പ്രസവിച്ചിരുന്ന അവരുടെ കുഞ്ഞുങ്ങൾ, തൊട്ടടുത്ത് കിടക്കുന്ന കുഞ്ഞിന്റെ കാല് മുലയിമ്പുന്നത് പോലെ ആ കാൽവിരലിൽ അത് ഈമ്പിക്കൊണ്ട് കിടക്കുന്ന ഒരു ദൃശ്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദൃശ്യത്തിന്റെ മുമ്പിൽ നമുക്ക് എന്ത് സമീപനം പുലർത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന ചോദ്യം നമ്മുടെ നമസ്കാരങ്ങൾക്കിടയിൽ, നമ്മുടെ പ്രാർത്ഥനകൾക്കിടയിൽ, നമ്മുടെ ഖുർആൻ പാരായണങ്ങൾക്കിടയിൽ, നമ്മുടെ ദിക്റുകൾക്കിടയിൽ നമ്മൾ മതിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ഇസ്ലാമീകരണം പൂർത്തിയായിട്ടില്ല എന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ 5 തരത്തിലുള്ള സമീപനങ്ങളിലൂടെ ഫലസ്തീൻ്റെ കൂടെ നിൽക്കാൻ കഴിയണം. 5 സമീപനങ്ങൾ. നിങ്ങൾക്ക് എന്ത് കഴിയും എന്നതാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ 5 സമീപനങ്ങളിലൂടെ ഫലസ്തീനിനൊപ്പം നിൽക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. ഒന്നാമത്തേത് ഖദിയ്യത്ത് ഫിലസ്തീൻ. ഫലസ്തീൻ പ്രശ്നം എന്താണ് എന്ന് നമ്മൾ പഠിക്കണം. ഒക്ടോബർ 7 തൂഫാനുൽ അഖ്സ ഉണ്ടായപ്പോഴാണ്, ഹമാസ് അവിടെ പോയി ആയിരങ്ങളെ വധിച്ചപ്പോഴാണ് ഈ പ്രശ്നമുണ്ടായത് എന്ന് കരുതിയിരിക്കുന്ന ചില ആളുകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒക്ടോബർ 7 മുതലുള്ള പ്രശ്നമാണ് ആകെയുള്ള പ്രശ്നം എന്ന് ധരിച്ചു വശായിരിക്കുന്ന ആളുകൾ ഇപ്പോഴും മുസ്ലിം സമൂഹത്തിലുണ്ട്. അങ്ങനെ അല്ല. ഒരു 75 കൊല്ലം മുമ്പത്തെ ചതിയുടെയും വഞ്ചനയുടെയും അനീതിയുടെയും തുല്യതയില്ലാത്ത അക്രമത്തിന്റെയും ചരിത്രം ഫലസ്തീനിന് പറയാനുണ്ട്. ഇതാര് കൈവശം വെച്ചു? ഇതാരുടെ അവകാശമാണ്? ഇതാരുടെ ഭൂമിയാണ്? 65 ലക്ഷം അറബികൾ ആട്ടിയൊടിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഇന്ന് സിയോണിസ്റ്റുകളുടെ സെറ്റിൽമെന്റുകൾ ഉള്ളത്. ആ സെറ്റിൽമെന്റിൽ നിന്നെല്ലാം കുടിയിറക്കപ്പെട്ട മനുഷ്യരുടെ കൂടെയാണോ നീതി?
അതല്ല കുടിയേറിയ മനുഷ്യരുടെ കൂടെയാണോ നീതി എന്നതാണ് ഖദിയത്ത് ഫലസ്തീൻ, ഫലസ്തീന്റെ പ്രശ്നം എന്ന് പറയുന്നത്. ലോകം ഇന്നേ വരെ പഠിച്ചു വെക്കുന്നത് കുടിയേറിയവരാണ് ലോകത്ത് നീതി നടപ്പിലാക്കുന്നത് എന്നാണ്. ഒരിക്കലും അല്ല പ്രിയപ്പെട്ടവരെ. ആട്ടിയിറക്കപ്പെട്ട 65 ലക്ഷം മനുഷ്യർ എവിടെയാണ് ജീവിച്ചത്? അവർക്ക് എന്ത് സംഭവിച്ചു? ആ ചരിത്രം നമ്മൾ പഠിക്കുകയും അതൊരു വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും കുറഞ്ഞത് മതവിദ്യാഭ്യാസത്തിന്റെ കരിക്കുലത്തിന്റെ ഭാഗമെങ്കിലുമാക്കാൻ മതപണ്ഡിതർക്ക് ബാധ്യതയുണ്ട് എന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പുലർത്തേണ്ടുന്ന ഒന്നാമത്തെ സമീപനം. ഫലസ്തീൻ പ്രശ്നം എന്താണ് എന്ന് പഠിക്കൽ നമ്മുടെ അവരോടുള്ള കരുതലിന്റെ സമീപനത്തിന്റെ ഭാഗമാണ്. നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കപ്പെടുന്ന ഏറ്റവും വലിയ അറിവ് നിങ്ങൾ മറച്ചു വെച്ചു എന്നതിന് പടച്ച തമ്പുരാന്റെ മുമ്പിൽ നിങ്ങൾ സമാധാനം ബോധിപ്പിക്കേണ്ടി വരും എന്ന യാഥാർത്ഥ്യബോധത്തോടുകൂടി ഇതൊരു പ്രശ്നമായി, ഇതൊരു വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയമായ, ആത്മീയമായ, വൈജ്ഞാനികമായ മുഴുവൻ കാര്യങ്ങളും കണക്ട് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ കണക്ട് ചെയ്യുന്ന 3 ഭൂപ്രദേശങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ആ 3 ഭൂപ്രദേശങ്ങൾ എന്ന് പറയുന്നത്, ആ 3 ഭൂപ്രദേശങ്ങളിലാണ് ഹറം ഷരീഫുകൾ ഉള്ളത്. മക്കയും മദീനയും, മറ്റൊന്ന് മസ്ജിദുൽ അഖ്സയുമാണ്. ഇതിന് എന്തെങ്കിലും സംഭവിച്ചാൽ, മസ്ജിദുൽ അഖ്സയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ഹറം ഷരീഫുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഉലച്ചിൽ സംഭവിക്കുന്നത് നിങ്ങളുടെ വിശ്വാസത്തെയാണ്, എന്റെയും നിങ്ങളുടെയും ഇസ്ലാമിനെയാണ് എന്ന ബോധ്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് ആദ്യമായിട്ട് ഉണ്ടാവേണ്ടുന്നത്. ലാ തുശദ്ദുർ റിഹാൽ ഇല്ലാ ഇലാ സലാസതി മസാജിദ് അൽ മസ്ജിദിൽ ഹറാം വ മസ്ജിദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ മസ്ജിദുൽ അഖ്സ. 3 പള്ളികളിലേക്ക് വിശ്വാസികൾക്ക് തീർത്ഥാടന ഉദ്ദേശത്തിൽ പോകാൻ നിർവാഹമുള്ളൂ എന്ന് പഠിപ്പിക്കപ്പെട്ടെടുത്ത് മസ്ജിദുൽ അഖ്സയാണ് പ്രിയപ്പെട്ടവരെ തടവിലായിരിക്കുന്നത്. മസ്ജിദുൽ അഖ്സയാണ് ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ഉമ്മത്തിന് ബാധ്യതയുണ്ട്. ഒന്നാമത്തെ സമീപനം ഖദിയത്ത് ഫലസ്തീൻ ഒരു വിദ്യാഭ്യാസത്തിന്റെ കരിക്കുലത്തിന്റെ ഭാഗമായി പഠിക്കാൻ നമ്മുടെ തലമുറകൾക്ക് വിട്ടുകൊടുക്കണം. രണ്ടാമത്തെ സമീപനം അൽ ജിഹാദുൽ മാലി. വിശുദ്ധ ഖുർആൻ ജിഹാദിനെ കുറിച്ച് പറഞ്ഞിടത്തെല്ലാം ബിൽ അംവാലി വൽ അൻഫുസ്, സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും നിങ്ങൾ ജിഹാദ് ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ എത്ര ആയത്തുകളിലാണ് വിശുദ്ധ ഖുർആൻ അത് സൂചിപ്പിച്ചത്. അൽ ജിഹാദുൽ മാലി, സമ്പത്ത് അത് എത്തിക്കുവാനുള്ള റെപ്യൂട്ടഡ് സംഘങ്ങളിൽ, അത് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന ഏജൻസികൾക്ക് അവിടെ എത്തുമെന്ന് ഉറപ്പുണ്ട് എങ്കിൽ, അതിന് ന്യായമായ വഴികൾ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അവിടേക്ക് സാമ്പത്തിക സഹായം എത്തിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ വഴികൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അവിടെ നമ്മൾ സഹകരിക്കേണ്ടതുണ്ട്, അതിൽ പങ്കാളികളാവേണ്ടതുണ്ട്. ഇതാണ് അൽ ജിഹാദുൽ മാലി, രണ്ടാമത്തെ സമീപനം. മൂന്നാമത്തേത് നമുക്കറിയാം പ്രക്ഷോഭങ്ങളാണ്, ഐക്യദാർഢ്യ സദസ്സുകളാണ്. ഒരു അനീതി നടക്കുമ്പോൾ അനീതിക്കെതിരെയാണോ നീതിയുടെ കൂടെയാണോ എന്ന് തിരിച്ചറിയാൻ നമ്മൾ 2 ചേരികൾ രൂപപ്പെടുന്നിടത്ത് ഏതെങ്കിലും ഒരു ചേരിയോട് ചേർന്ന് നിൽക്കൽ വിശ്വാസിയുടെ ബാധ്യതയാണ്. പ്രത്യേകിച്ചും വിശ്വാസികൾക്ക് ഇതിൽ ബാധ്യതയുണ്ട്. വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹി വൽ മുസ്തദഅഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാനി അല്ലദീന യഖൂലൂന റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖർയത്തി ളാലിമി അഹ്ലുഹാ. വിശുദ്ധ ഖുർആൻ ആയത്തിൽ പരാമർശിച്ചവരിൽ കുഞ്ഞുങ്ങളുണ്ട്, പടുവൃദ്ധരുണ്ട്, സ്ത്രീകളുണ്ട്. അബലകളായിട്ടുള്ള മുഴുവൻ ആളുകളും ഒരു സമൂഹത്തിൽ നിന്ന് കുടിയിറക്കപ്പെടുമ്പോൾ, അരുകൊല ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് ശബ്ദിക്കാതിരിക്കാൻ എന്ത് ന്യായം എന്നതാണ് വിശുദ്ധ ഖുർആന്റെ ചോദ്യം. അവിടെ കൂടെ നിൽക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ന്യായം എന്ന ചോദ്യത്തിന് പ്രിയപ്പെട്ടവരെ നമുക്ക് ഉത്തരം നൽകാൻ കഴിയുമെങ്കിൽ കൊടിയടയാളം നോക്കേണ്ടതില്ല, സംഘടനയുടെ ചേരിയുടെ ഇടനാഴികൾ പരിശോധിക്കേണ്ടതില്ല. ഫലസ്തീൻ എന്ന് പറയുന്ന പ്രശ്നം ഒരു കൊടിയടയാളത്തിന്റെയും ഒരു സംഘടനയുടെയും അവർക്ക് തീർപ്പ് കൊടുത്തിട്ടുള്ളതല്ല. അത് മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്തിന്റെ പ്രശ്നമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ആ അർത്ഥത്തിൽ പ്രക്ഷോഭങ്ങളിലും ഐക്യദാർഢ്യ സദസ്സുകളിലും പങ്കുചേരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റൊരു സമീപനം മീഡിയ വാറാണ്. നമുക്കറിയാം, ഇസ്രായേൽ എന്ന രാജ്യം 7.5 പതിറ്റാണ്ട് ലോകത്ത് നിലനിന്നത് മീഡിയ യുദ്ധത്തിലൂടെയാണ്, മീഡിയയുടെ പവർ കൊണ്ടാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ആ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താൻ വിശ്വാസ സമൂഹത്തിന് കഴിയേണ്ടതുണ്ട്. അവർക്കെതിരെയുള്ള വിചാരങ്ങളും വികാരങ്ങളും ഉയർത്താനുള്ള വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട ഫലസ്തീനികൾ, അവിടുത്തെ നിയമവിദഗ്ധരായിട്ടുള്ള ആളുകൾ, അവിടുത്തെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ പറയുന്നത്, നിങ്ങളുടെ ആശയങ്ങൾ ഒന്ന് പ്ലാറ്റ്ഫോമുകൾ കൊണ്ട് നിറയ്ക്കൂ, സോഷ്യൽ മീഡിയകൾ കൊണ്ട് നിങ്ങൾക്ക് നിറയ്ക്കാൻ കഴിയുമെങ്കിൽ. യൂട്യൂബ് ചാനലുള്ള ആളുകൾ ബിരിയാണി ഉണ്ടാക്കുന്നതിന്റെയും അപ്പം ചുടുന്നതിന്റെയും വീഡിയോ അല്ല ഇടേണ്ടുന്നത്. ഈ സന്ദർഭത്തിൽ റീച്ച് നിങ്ങൾക്ക് എത്ര കുറവാണെങ്കിലും നിങ്ങളുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ബ്ലോഗ് ചെയ്യുമ്പോൾ അത് ഫലസ്തീൻ പ്രമേയമാവട്ടെ, ഖദിയത്ത് ഫലസ്തീൻ ആവട്ടെ എന്നവർ പറയുന്നത് അതുകൊണ്ടാണ്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഔചിത്യബോധം മുസ്ലിം ഉമ്മത്തിന് എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഓണാശംസകളിൽ സ്റ്റാറ്റസ് ഇടുന്നതിന് നമുക്ക് യാതൊരു മടിയുമില്ല. അനിസ്ലാമികമായ പ്രവണതകളിൽ സ്റ്റാറ്റസ് ഇടുന്നതിന് നമുക്കൊരു മടിയുമില്ല. നമ്മുടെ ആഘോഷങ്ങളിലും വിവാഹമാമാങ്കങ്ങളും അറുമാദിക്കുന്നതിന്, അതിന്റെ ഫോട്ടോകൾ തള്ളുന്നതിന് നമുക്കൊരു മടിയുമില്ല. റീച്ച് കുറയുന്നു, ഫലസ്തീനിന്റെ പോസ്റ്റുകൾ ഇട്ടാൽ എന്നതുകൊണ്ട് മാത്രം അതിൽ നിന്ന് മാറി നിൽക്കുന്നവരോട് ആ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്തലാണ് ഏറ്റവും നല്ല മീഡിയ വാർ. അൽ ജിഹാദുൽ ഇഅ്ലാമി, മീഡിയ യുദ്ധം അതാണ്. ഇൻസ്റ്റയിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും എക്സിലും ട്വിറ്ററിലും ഒക്കെ അഭിനമിക്കുന്ന നമുക്ക് അവിടെയൊക്കെയും ഈ പ്രശ്നത്തെ പ്രശ്നവൽക്കരിക്കാൻ സാധിക്കുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമീപനം തീർച്ചയായിട്ടും ഗസയോടൊപ്പമാണ്. നാലാമത്തേത് അൽ മുഖാത്തഅത്തുൽ ഇഖ്തിസാദിയ, സാമ്പത്തികമായി അവരെ ബഹിഷ്കരിക്കുക എന്നതാണ്. ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നവരുടെ മുമ്പിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രസക്തമായ ഒന്ന് അവരെ സാമ്പത്തികമായി ബഹിഷ്കരിക്കുക എന്നതാണ്. അതിന്റെ അനന്തരഫലമാണ് ഓരോ ദിവസവും തീമഴയായി. ഒന്ന് ആലോചിച്ച് നോക്ക്, ലോക ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു രാജ്യം ഓരോ ദിവസവും 100 കണക്കിന് മനുഷ്യരെ എണ്ണം വെച്ചുകൊണ്ട് അവർ കൊല്ലുന്നത്. ലോക ചരിത്രത്തിന് ആദ്യമായിട്ടാണ്. ഗസയിൽ രക്തസാക്ഷികളായ ആളുകളുടെ കണക്ക്, അനൗദ്യോഗികമായ ഒരു കണക്ക് 1,00,000 കടന്നു എന്നാണ്. ലോക ചരിത്രത്തിൽ കണ്ണ് ചിമ്മി തുറന്നാൽ ലോകം കാണാൻ തുടങ്ങിയത് മുതൽ ഒരു രാജ്യം എല്ലാ ദിവസവും 100 കണക്കിന് മനുഷ്യരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ അനീതിയുടെ ബീഭത്സമായിട്ടുള്ള ഒരു രൂപം നമ്മുടെ മുമ്പിലുണ്ടായിരിക്കെ അവർക്ക് സാമ്പത്തികമായ പിന്തുണ നൽകുന്നതിലും വലിയ അബദ്ധം പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കും. ഞാനത് വാങ്ങില്ല, ഞാനത് വാങ്ങിച്ചു കൊടുക്കില്ല. ആരെങ്കിലും പെപ്സി വാങ്ങിച്ചു തന്നാൽ അതെനിക്ക് കുടിക്കാൻ സൗകര്യമില്ല. അതിൽ പാവപ്പെട്ട ഗസയിലെ മനുഷ്യരുടെ രക്തക്കറ അതിലുണ്ട്, അതിന്റെ നിറം പോലും രക്തത്തിന്റെ നിറമാണ് എന്ന ഒരു സമീപനത്തിലേക്ക് എത്താൻ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമുക്ക് സാധിക്കുമോ? നടക്കൽ പ്രദേശത്തുള്ള സഹോദരങ്ങളോട്, പ്രിയപ്പെട്ട കച്ചവടക്കാരോട്, ഗസയുടെ ഒരു ഉൽപ്പന്നവും എന്റെ കടയിലില്ല എന്ന് ആത്മാഭിമാനത്തോടു കൂടി പറയാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ മനസ്സ് ഇസ്രായേലിന്റെ കൂടെ ഒപ്പമല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. ഇത് മുസ്ലിം ഉമ്മത്തിന്റെ ഭാഗമാണ് നിങ്ങളെങ്കിൽ ഈ ത്യാഗത്തിൽ നിങ്ങൾ പങ്കാളികളായി ചേരൂ. നഷ്ടം വരും എന്നാണ് നിങ്ങളുടെ സങ്കടമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഗസയിൽ എന്തെങ്കിലും ലാഭമുണ്ടോ? ആ ലാഭമൊക്കെ പരലോകത്തേക്ക് മാറ്റിവെച്ച ഗസയിലെ പ്രിയപ്പെട്ട മനുഷ്യരെ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമ്മളുടെ പൊസിഷൻ നേരെയാണ് എങ്കിൽ, നീതിയുടെ കൂടെയാണ് എങ്കിൽ, ലാഭത്തിന്റെ തുറവികൾ തരുന്നത് പടച്ച തമ്പുരാനാണ്. നിങ്ങളുടെ ലക്ഷ്യവും നിങ്ങളുടെ സമീപനവും അള്ളാഹുവിന് തൃപ്തികരമാണെങ്കിൽ ലാഭം നൽകുന്നത് പടച്ചവനാണ്. നമ്മുടെ ലോകത്തേക്ക് നോക്കൂ, ലോകത്ത് വലിയ സൂപ്പർ മാർക്കറ്റുകൾ തുറക്കുകയാണ്. ഗസയുടെ ഉൽപ്പന്നങ്ങൾക്ക്, ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങൾക്ക് പ്രവേശനമില്ലാത്ത സൂപ്പർ മാർക്കറ്റുകൾ തുറന്നത് മുസ്ലിം ഉമ്മത്തല്ല എന്നത് പ്രത്യേകം പ്രസക്തമാണ്. പാശ്ചാത്യ ലോകത്ത്, പാശ്ചാത്യ രാജ്യങ്ങളിൽ ഗസയുടെ ഉൽപ്പന്നങ്ങൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അത് ബഹിഷ്കരിക്കാനുള്ള മനസ്സ് അവർക്കുണ്ടായി. വലിയ സൂപ്പർ മാർക്കറ്റുകൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവർ തുറക്കുന്നു. പെപ്സി വിറ്റ് ആ ക്യാഷ് കൊണ്ട് എൻ്റെ മക്കളെ ഞാൻ തിന്നുകയില്ല, എൻ്റെ മക്കളെയും കുടിപ്പിക്കുകയില്ല എന്ന നിലപാടെടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയേണ്ടതുണ്ട്. അഞ്ചാമത്തേത് പ്രാർത്ഥനയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നമസ്കാരത്തിൽ ഖുനൂത്ത് നിർവഹിച്ചത് വിപത്തുകൾ ഉണ്ടായപ്പോഴാണ്. മസ്ജിദുൽ ഹുദായിൽ കഴിഞ്ഞ ഒക്ടോബർ 7 മുതൽ ഒരൊറ്റ ദിവസം പോലും സുബഹി നമസ്കാരത്തിന്റെ ഖുനൂത്ത് നിലച്ചിട്ടേയില്ല എന്നത് ആത്മാഭിമാനത്തോടുകൂടി ഈ പള്ളിയിൽ നമസ്കാരം നിർവഹിക്കാൻ വരുന്ന സുബഹി ജമാഅത്തിന് പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ആത്മാഭിമാനത്തിന് വകയുള്ളതാണ്. ഖുനൂത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിപത്തുകൾ ഉണ്ടായപ്പോഴാണ്, ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴാണ് അവിടുന്ന് ഖുനൂത്ത് നിർവഹിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോക ചരിത്രത്തിൽ ഒരു പ്രവാചകനും അഭിമുഖീകരിക്കാത്ത ദുരന്തമാണ് പ്രിയപ്പെട്ട ഗസയിലെ സഹോദരങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ 5 സമീപനങ്ങൾ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ച ആളുകളോട് ഈ 5 സമീപനങ്ങൾ നിങ്ങൾക്കുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ അക്സയുടെയും ഗസയുടെയും ഫലസ്തീനിന്റെയും വിശുദ്ധ ഇസ്ലാമിലെ ആദ്യത്തെ ഖിബലയുടെയും കൂടെയാണ്, സാക്ഷാൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന മനുഷ്യരുടെ കൂടെയാണ് നമ്മൾ എന്ന് ഉറപ്പിക്കാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂർ.